നമസ്കാരം. വെരിക്കോസ് വെയിൻ നമ്മെ ഏവരെയും വളരെയേറെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇത് വന്നിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകാൻ കഴിയുകയുള്ളൂ. ഇതിന് ഒരുപാട് പാർശ്വഫലങ്ങളും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വെരിക്കോസ് വെയിൻ ഉള്ള വ്യക്തികൾ പലപ്പോഴും ഇത് കൂടുന്ന അവസ്ഥയിൽ വളരെ ദുരിതപൂർണമായ ഒരു ജീവിതമായിരിക്കും നയിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു വിവരം ഇതിലും ഞെട്ടിപ്പിക്കുന്നതാണ്. വെരിക്കോസ് വെയിൻ ഉള്ള രോഗികളിൽ അവർക്ക് മറവി രോഗം അഥവാ ഡിമെൻഷ്യ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പുതിയൊരു ഗവേഷണം സൂചിപ്പിക്കുന്നത്. കൊറിയയിലെ ഒരു സംഘം ഗവേഷകർ ഏറെ നാളായി നടത്തിയ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് വെരിക്കോസ് വെയിനും ഡിമെൻഷ്യയും തമ്മിൽ ഏറെ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. വെരിക്കോസ് വെയിൻ പ്രശ്നമുള്ള ഏതാണ്ട് 50,000-ത്തിലധികം പേരിലാണ് ഇത് സംബന്ധിച്ച പരീക്ഷണം നടത്തിയത്, അതല്ലെങ്കിൽ അവരുടെ നിന്നാണ് ഡാറ്റ ശേഖരിച്ചത്. ഇവരിൽ 23.5% പേർക്കും ഈ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ ഡിമെൻഷ്യ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ രോഗാവസ്ഥയ്ക്ക് കാരണമായേക്കാവുന്ന പ്രായം, ലിംഗഭേദം, ഭാരം, പുകവലി, മദ്യപാനം തുടങ്ങിയ ഘടകങ്ങൾ ശാസ്ത്രജ്ഞന്മാർ വളരെ വിശദമായി തന്നെ വിശകലനം ചെയ്തതിന് ശേഷമാണ് ഈ അപകട സാധ്യത ശരിയാണ് എന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വെരിക്കോസ് വെയിനുള്ള പുരുഷന്മാരിൽ അമിതമായി മദ്യപിക്കുന്നവർക്കും നന്നായി പുകവലിക്കുന്നവർക്കുമൊക്കെ തന്നെ ഡിമെൻഷ്യ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഇപ്പോൾ ഈ ഗവേഷകർ പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ട് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശരീരത്തിലെ രക്ത ഓട്ടം ശരിയായ രീതിയിലല്ലെങ്കിൽ പലപ്പോഴും അവർക്ക് ഈ വെരിക്കോസ് വെയിൻ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ ഈ അവസ്ഥ തന്നെ ആയിരിക്കാം ഡിമെൻഷ്യയിലേക്കും നയിക്കുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത്. വെരിക്കോസ് വെയിനുകൾ ശരീരത്തിനുള്ളിൽ പലപ്പോഴും മുഴകൾ സൃഷ്ടിക്കുമെന്നും ഈ മുഴകളാണ് പിന്നീട് ഡിമെൻഷ്യയ്ക്ക് കാരണമായി മാറുന്നത് എന്നുമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. 13 വർഷക്കാലമാണ് ഗവേഷകർ ഈ വ്യക്തികളെ 50,000 പേരെ നിരീക്ഷിച്ചത്. ഇവരെക്കുറിച്ചുള്ള പഠനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് 14% പേർക്കും വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ ഡിമെൻഷ്യ വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ ഇതിന് ഒരുപാട് പരിമിതികളുണ്ട് എന്നാണ് മറ്റു ചില ശാസ്ത്രജ്ഞന്മാർ വാദിക്കുന്നത്. കാരണം ഇത് ഇപ്പോൾ നടത്തിയ പഠനം വെറും നിരീക്ഷണപരം മാത്രമായിരുന്നു. അത് നിരീക്ഷിച്ച് മാത്രം മനസ്സിലാക്കിയതാണ്. അതല്ലാതെ ശാസ്ത്രീയമായി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയോ ഇത് സംബന്ധിച്ച് കൂടുതൽ ഗവേഷണം നടത്തിയോ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിരീക്ഷണത്തിലൂടെ എത്തുന്ന ഒരു നിഗമനം എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല എന്നാണ് ഈ വിഭാഗം വാദിക്കുന്നത്. UK-യിലും അമേരിക്കയിലുമൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഓരോ വർഷവും ഈ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം ഉണ്ടാകാറുള്ളത്. നമ്മുടെ നാട്ടിൽ ഇതിന് ചികിത്സ ഉണ്ട്, ഫലപ്രദമായ ചികിത്സ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിരവധി പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ഇത് ബാധിക്കുന്ന ആളുകൾ ഏറെ ദുരിതം അനുഭവിക്കുന്നതായിട്ടാണ് കാണാനും കഴിയുന്നത്. ഏതായാലും കൂനിന്മേൽ കുരു എന്നുള്ളതുപോലെ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം ഉള്ള ആളുകളിൽ മറവി രോഗം കൂടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന ഗവേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ശരിക്കും അവരെ കൂടുതൽ വിഷമിപ്പിക്കുന്നതാണ്. എങ്കിലും ഇതിൻ്റെ ആധികാരികത നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരും ചോദ്യം ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ്റെ ശാരീരികമായ വിഷയങ്ങളെക്കുറിച്ച് ശരീരം പരിശോധിക്കാതെ ഈ നിരീക്ഷണം മാത്രം നടത്തി ഇത്തരത്തിലുള്ള നിഗമനത്തിലെത്തുന്നത് ഫലപ്രദമല്ല, അത് ശരിയായിരിക്കില്ല എന്ന് തന്നെയാണ് വലിയൊരു വിഭാഗം വാദിക്കുന്നത്. ഏതായാലും വെരിക്കോസ് വെയിനുള്ള രോഗികൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് വെച്ച് ഈ വാർത്ത കണ്ടാലും ഭയപ്പെടേണ്ട കാര്യവുമില്ല.